നിങ്ങളുടെ DNA ഉള്ളറകളിലേക്ക് എപ്പോഴെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ? അവിടെ നമ്മുടെ സ്വന്തം കഥയുടെ താളുകൾക്കിടയിൽ മറ്റൊരു അധ്യായം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ത്യക്കാരുടെ DNA-യിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വൈവിധ്യമേറിയ നിയാണ്ടർതാൾ ജീനുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന സത്യം. ഇത് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞപ്പോൾ പഴയ ചരിത്ര പുസ്തകങ്ങളെല്ലാം തന്നെ മാറ്റി എഴുതേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആരായിരുന്നു ഈ നിയാണ്ടർതാലുകൾ? അവർ കേവലം അപരിഷ്കൃതരായ ഗുഹാമനുഷ്യർ മാത്രമായിരുന്നോ? അതോ അതിലും എത്രയോ സങ്കീർണമായ നമ്മുടേതിന് സമാനമായ ഒരു ലോകം അവർക്കുണ്ടായിരുന്നുവോ? അവരുടെ ജീനുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ DNA ഭാഗമായത് എങ്ങനെയാണ്? ചരിത്രത്തിൻ്റെ മൺപാളികൾക്കിടയിൽ നിന്നും മറ്റൊരു എത്തിനോട്ടം നമുക്ക് നടത്തേണ്ടതുണ്ട്. നമ്മുടെ ഈ നിഗൂഢമായ ബന്ധുക്കളുടെ ലോകം കണ്ടെത്താനുള്ളൊരു യാത്ര. ഈ കഥ തുടങ്ങുന്നത് ഏകദേശം 4,30,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മനുഷ്യ പരിണാമത്തിൻ്റെ ഒരു ശാഖ വേർപിരിഞ്ഞ് പുതിയൊരു രൂപം പ്രാപിക്കുന്നു. സ്പെയിനിലെ സിമാഡി ലോസ് ഹ്യൂസോസ് എന്ന അസ്ഥികളുടെ കുഴിയിൽ നിന്ന് കണ്ടെടുത്ത ഫോസിലുകൾ നിയാണ്ടർതാൽ വംശത്തിൻ്റെ ആദ്യത്തെ അടയാളങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ നമുക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ള പൂർണ്ണ രൂപം എത്തിയ നിയാണ്ടർതാലുകൾ ഈ ഭൂമിയിൽ വിരാജിച്ചത് ഏകദേശം 1,30,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ്. ആ ഒരു തീയതി നമ്മൾ ഓർത്തു വയ്ക്കണം. അതായത് 40,000 വർഷം മുമ്പ് വരെ. അതിനുശേഷം ഭൂമിയിൽ ഒരു നിയാണ്ടർതാൽ മനുഷ്യൻ ജീവിച്ചിരുന്നതിനെ കുറിച്ചുള്ളൊരു ഫോസിൽ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ലക്ഷക്കണക്കിന് വർഷങ്ങൾ അതിജീവിച്ച ഒരു മനുഷ്യവംശം അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അവർ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി വംശനാശം സംഭവിച്ചു പോയി എന്ന് തന്നെ നമ്മൾ നിലവിൽ കരുതുകയും വേണം. പക്ഷേ അവരെവിടെയായിരുന്നു ജീവിച്ചിരുന്നത്? കണ്ടെടുത്ത ഫോസിലുകൾ നമ്മളെ ഒരു ഭൂഖണ്ഡത്തിലേക്ക് മാത്രമാണ് വിരൽ ചൂണ്ടുന്നത്. ആ ഭൂഖണ്ഡം യൂറോപ്പാണ്. വടക്കൻ സ്പെയിനിലെ ഗുഹകളിൽ നിന്നും ഇംഗ്ലണ്ടിലെ കെൻറ്റിലെ സ്വാസ്കോമ്പിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഉറപ്പിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ഏകദേശം 4 ലക്ഷം വർഷങ്ങൾക്ക് മുൻപേ അവരുടെ പ്രധാനപ്പെട്ട തട്ടകം യൂറോപ്പായിരുന്നു എന്നുള്ളത്. എന്നാൽ അവർ ഒരു കാലാവസ്ഥയിൽ ഒതുങ്ങി നിന്നവരായിരുന്നില്ല. അസാമാന്യമായിട്ടുള്ളൊരു അഡാപ്റ്റേഷൻ അത്തരം മനുഷ്യർക്കുണ്ടായിരുന്നു. ഉദാഹരണത്തിന് 60,000 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെയും സൈബീരിയയിലെയും കൊടും തണുപ്പുള്ള പിൽമേടുകളിൽ അവർ മാമോത്തുകളെ വേട്ടയാടി ജീവിച്ചിട്ടുണ്ടാവണം. അതേസമയം 1,20,000 വർഷങ്ങൾക്ക് മുമ്പ് സ്പെയിനിലെയും ഇറ്റലിയിലെയും ഇളം ചൂടുള്ള വനപ്രദേശങ്ങളിലും ഏഷ്യയിലെ അൽത്തായി പർവ്വതനിരകളുടെ ഭാഗത്തും അവർ തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ടായിരിക്കുക. ഏത് കഠിനമായ സാഹചര്യത്തെയും അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരുതരം മനുഷ്യർ. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവർ കാണാൻ എങ്ങനെയുള്ളതായിരുന്നു? ഒരു പുരാതനമായ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ നമുക്ക് അവരുടെ മുഖം പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പല പടങ്ങളും ഗൂഗിളിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിന് കഴിയും. അതിനുള്ള താക്കോലെന്ന് പറയുന്നത് നമ്മൾ കണ്ടെടുത്ത നിയാണ്ടർതാലിൻ്റെ തലയോട്ടിയാണ്. ആധുനിക മനുഷ്യരുടെ ഉരുണ്ട തലയോട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി നിയാണ്ടർതാലുകൾക്ക് പിന്നോട്ട് നീണ്ടതും അല്പം ചരിഞ്ഞതുമായിട്ടുള്ള തലയോട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ മുഖത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം എന്ന് പറയുന്നത് കണ്ണിന് മുകളിലായി ഉന്തി നിൽക്കുന്ന കനത്ത പിരികക്കൊടിയാണ്. മുഖത്തിൻ്റെ മധ്യഭാഗം മുഴുവനായി മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു പ്രതീതിയിലാണ് അസ്ഥികളെല്ലാം ഇരിക്കുന്നത്. പ്രത്യേകിച്ച് തലയോട്ടിയിലെ അസ്ഥികൾ ഇരിക്കുന്നത്. അവിടെ വളരെ വലുതും പരന്നതുമായൊരു മൂക്കും ശാസ്ത്രജ്ഞർ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. എന്തിനാണ് ഇത്രയും വലിയൊരു മൂക്ക്? തണുത്തതും വരണ്ടതുമായ കാലാവസ്ഥയിൽ മനുഷ്യനല്ല ഏത് ജീവിയും ജീവിക്കുമ്പോൾ ശ്വാസമെടുക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ടാവും. വായുവിന് ആവശ്യമായ ഈർപ്പവും ചൂടും നിലനിർത്തിക്കൊണ്ടേ നമുക്ക് ശ്വസിക്കാൻ പറ്റൂ. സോ അതുകൊണ്ട് തന്നെ വലിയ ഉൾഭാഗമുള്ള മൂക്ക് അത്തരത്തിലുള്ള ഒരു അഡാപ്റ്റേഷനാണ് നൽകിയിരുന്നത്. ഒരു പ്രകൃതിദത്തമായ എയർ കണ്ടീഷനിങ് സിസ്റ്റം പോലെ. അവരുടെ പല്ലുകൾക്ക് ഒരു കഥ പറയാനുണ്ട്. മുൻ പല്ലുകൾ വലുതും ശക്തവുമായിരുന്നു. അതിലെ സൂക്ഷ്മമായ പോറലുകൾ പരിശോധിച്ചാൽ ഒരു വിചിത്രമായ സത്യം അറിയാൻ പറ്റും. ഭക്ഷണം തയ്യാറാക്കുമ്പോഴും മൃഗങ്ങളുടെ തോൽ സംസ്കരിക്കുമ്പോഴും മറ്റു വസ്തുക്കൾ മുറുകെ പിടിക്കുമ്പോഴും ഒക്കെ തന്നെ അവർ കൈകൾ കൂടാഞ്ഞിട്ട് മൂന്നാമതൊരു കൈ പോലെ അവരുടെ പല്ലുകൾ താടിയെല്ലിൻ്റെ ശേഷി ഉപയോഗിച്ചിരുന്നു. ആധുനിക മനുഷ്യരെ പോലെ വ്യക്തമായൊരു താടിയെല്ല് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള അസ്ഥികളിൽ നിന്ന് ഒരു പൂർണ്ണമായ മുഖം എങ്ങനെയാണ് പുനർനിർമ്മിക്കുന്നത്? അത്ഭുതം തോന്നുന്നില്ലേ? അതൊരു കലയും ശാസ്ത്രവുമാണ്. ഫോറൻസിക് ആയിട്ടുള്ള ആളുകളും നരവംശ ശാസ്ത്രജ്ഞരും ഒക്കെ തന്നെ ഒരു കുറ്റാന്വേഷകരുടെ സൂക്ഷ്മതയോടുകൂടിയാണ് തലയോട്ടികളെ പഠിക്കുന്നത്. പുരികക്കൊടിയുടെ ഉയരം, കൺകുഴികൾ തമ്മിലുള്ള അകലം, മൂക്കിൻ്റെ എല്ലുകളുടെ രൂപം, താടിയുടെ ഘടന ഇവയെല്ലാം മുഖത്തിൻ്റെ അടിസ്ഥാന രേഖകളായി വരയ്ക്കാൻ പറ്റും. പക്ഷേ പണ്ട് കാലത്ത് ഇതൊക്കെ പഠിക്കുന്ന ആദ്യ സമയങ്ങളിൽ ഒരു ശില്പി ഈ അസ്ഥികൂടത്തിന് മുകളിൽ കളിമണ്ണ് കൊണ്ട് പേശികളും ചർമ്മവും ഒക്കെ രൂപപ്പെടുത്തി പെയിൻ്റ് അടിച്ചാണ് എടുത്തിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ കൃത്യമായി ഇവയെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
CT സ്കാനുകൾ ഉപയോഗിച്ച് തലയോട്ടിയുടെ ഒരു 3D മോഡൽ കമ്പ്യൂട്ടറിൽ നിർമ്മിച്ചെടുക്കുന്നു. പിന്നീട് ഡിജിറ്റൽ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടി ഒരു കലാകാരൻ ഈ ഡിജിറ്റൽ അസ്ഥികൂടത്തിന് മുകളിൽ ഓരോ പേശിയും പാളികളുമായിട്ട് പുനർനിർമ്മിക്കുന്നു. തീർച്ചയായും കണ്ണിൻ്റെയോ മുടിയുടെയോ തൊലിയുടെയോ ഒക്കെ തന്നെ യഥാർത്ഥ നിറമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല, അറിയില്ല. എന്നാൽ നമുക്കൊരു ഏകദേശ രൂപം വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് വീണ്ടും നോക്കാൻ പറ്റും. ആധുനിക ഫോറൻസിക് കേസുകളിൽ ഒരു മൃതദേഹം തിരിച്ചറിയാൻ സഹായിക്കുന്ന അതേ വിദ്യയുടെ മറ്റൊരു രൂപമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചരിത്രത്തിന് മുമ്പുള്ള ഒരു മുഖത്തിന് ജീവൻ അങ്ങനെ ലഭിക്കുന്നുണ്ട്. അവരുടെ ശരീരം കരുത്തിൻ്റെ പ്രതീകമായിരുന്നു. വിരിഞ്ഞ ഇടുപ്പും തോളുകളും പേശി ബലമുള്ള ഉടലും. പ്രായപൂർത്തിയായ ഒരു നിയാണ്ടർതാലിന് ഏകദേശം 1.5 മുതൽ 1.75 മീറ്റർ വരെ ഉയരവും 64 മുതൽ 82 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. ഏറെക്കുറെ ഒരു ശരാശരി നമ്മളെപ്പോലുള്ള ഹോമോ സാപ്പിയൻസിനേക്കാൾ അല്പം കുറവ് എന്ന രീതിയിൽ. സോ ഈ അല്പം പൊക്കം കുറഞ്ഞ അവസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പൊക്കമില്ലായ്മയും തടിമിടുക്കുള്ള ശരീരവും തണുത്ത കാലാവസ്ഥയ്ക്ക് തികച്ചും അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമാണ്. തടിച്ച ഉടലും കൈകാലുകളിലെ നീളം കുറഞ്ഞ എല്ലുകളും ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടുന്നത് പരമാവധി കുറയ്ക്കുമായിരുന്നു. കഴിഞ്ഞ 2 ലക്ഷം വർഷങ്ങളിലെ അതിശൈത്യത്തെ അതിജീവിക്കാൻ ഈ ശരീരഘടന അവരെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു വാദവുമുണ്ട്, ഈ ശരീരം ഒരു ആയുധം കൂടിയായിരുന്നു എന്നുള്ളത്. വേട്ടയാടുന്ന സമയത്ത് ഇരകളുടെ അടുത്തേക്ക് പതുങ്ങിച്ചെന്ന് മിന്നലാക്രമണം നടത്താൻ അവരുടെ കൈകൾക്കും കാലുകൾക്കും അസാമാന്യമായ ശക്തി കിട്ടിയതിലൂടെ സാധിച്ചു. അപ്പോൾ അതിന് പിന്നിൽ ഈ ശരീരഘടനയാണ് ഉള്ളത്. സോ രൂപത്തിൽ ഇത്രയധികം സമാനതകൾ ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിലോ? പ്രാകൃതരായ ഗുഹാമനുഷ്യൻ എന്ന പേര് അവരെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിച്ചു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അവർ വെറുമൊരു കുരങ്ങു മനുഷ്യനൊന്നും ആയിരുന്നില്ല. വളരെയധികം ബുദ്ധിശാലികളും കഴിവുള്ളവരും നമ്മളെപ്പോലെ ചിന്തിക്കാൻ കഴിയുന്നവരുമായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവരുടെ തലച്ചോറാണ്. നിയാണ്ടർതാലുകളുടെ തലച്ചോറിൻ്റെ വലിപ്പം 1200 മുതൽ 1750 ക്യൂബിക് സെൻറ്റിമീറ്റർ വരെ എത്തിയിട്ടുണ്ട്. ഇത് ആധുനിക മനുഷ്യരുടെ ശരാശരി തലച്ചോറിൻ്റെ വലിപ്പത്തേക്കാൾ കൂടുതലാണ്. തീർച്ചയായും കൂടുതലാണ്. അവരുടെ വലിയ ശരീരത്തിന് ആനുപാതികമായിരുന്നു അത്. എങ്കിലും ഒരു ജീവിക്ക് ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമുള്ള കഴിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകമാണ് തലച്ചോറിൻ്റെ വലിപ്പം. ഒരു വലിയ തലച്ചോറെന്ന് പറഞ്ഞാൽ അല്പം കൂടി എഫിഷ്യൻ്റായ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ്. അത് വളരെ കോംപ്ലക്സ് ആയ ജോലികൾ ചെയ്യാൻ ആ ശരീരത്തെ സഹായിക്കും. ആ വലിയ തലച്ചോറ് എന്ന ഹാർഡ്വെയർ ആണ് അവർക്ക് സങ്കീർണമായ ആയുധങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള ശേഷി നൽകിയിരിക്കുന്നത്. തന്ത്രപരമായിട്ടുള്ള വേട്ടയാടലും സാമൂഹികമായി ജീവിച്ച് അതിജീവിക്കാനുമുള്ള കഴിവൊക്കെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ലെവൽവ ശൈലി എന്ന പേരിൽ വിപ്ലവകരമായിട്ടുള്ളൊരു ശിലായുധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരുന്നതായി കാണാം. ഇത് വെറുതെ കല്ലുകൾ കൂട്ടിയിടിച്ച് ആയുധമുണ്ടാക്കുന്ന ഒരു രീതിയൊന്നുമല്ല. അവർ നല്ല കല്ലുകളെ സെലക്ട് ചെയ്ത് കണ്ടെത്തി അതിനെ ശ്രദ്ധാപൂർവം ഒരുക്കി ഒരു കോറാക്കി വെക്കും. പിന്നീട് ആവശ്യമുള്ളപ്പോൾ അവരുടെ ആ ഒരു ആയുധ ശേഖരത്തിൽ നിന്ന് അത് എടുത്തിട്ട് ഒരൊറ്റ പ്രഹരത്തിലൂടെ മുൻകൂട്ടി നിശ്ചയിച്ച ആകൃതിയിലുള്ള മൂർച്ചയേറിയ ആയുധത്തെ അതിൽ നിന്ന് വേർപെടുത്തിയെടുക്കും. അപ്പോൾ ഈ ഒരു കാര്യം അവർക്ക് റോ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് നമ്മൾ വളരെ ദൂരേക്ക് പോയി കഴിഞ്ഞാലും ആയുധങ്ങൾ കണ്ടെത്താനും അതുപയോഗിച്ച് യാത്ര ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ മാത്രം അവിടെ എന്ത് ആയുധമാണോ വേണ്ടത് അത് നിർമ്മിക്കാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടി. സോ അവർ വെറുമൊരു വേട്ടക്കാർ മാത്രമായിരുന്നില്ല, ഒരു മികച്ച ആയുധ നിർമ്മാതാക്കൾ കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കാം. ആനയേക്കാൾ വലിപ്പമുള്ള മാമോത്തുകൾ, ശക്തരായ കാട്ടുപോത്തുകൾ, റെയിൻഡിയറുകൾ തുടങ്ങിയ ഭീമൻ മൃഗങ്ങളെ അവർ വേട്ടയാടിയിരുന്നു. ആ മൃഗങ്ങളുടെ അസ്ഥികളിൽ കണ്ടെത്തിയ കുന്തം കൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അവർ ബുദ്ധിശാലികളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുമായിരുന്നു. നിയാണ്ടർതാലുകളുടെ തന്നെ എല്ലുകളിൽ ഉണങ്ങിയതും ഉണങ്ങാത്തതുമായിട്ടുള്ള ഒട്ടേറെ പരിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് അവർ വലിയ മൃഗങ്ങളെ വളരെ അടുത്ത് ചെന്ന് മുഖാമുഖം നിന്ന് വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു ഭയങ്കരമായ അപകടം പിടിച്ച തന്ത്രമാണ്. അപാരമായ കഴിവും ശക്തിയും അതിലുപരി ധൈര്യവും ആവശ്യമുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഏകദേശം ഈ 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ തീ ഉണ്ടാക്കാനും അത് നിയന്ത്രിച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനുമുള്ള കഴിവ് അവർ സ്വായത്തമാക്കിയിട്ടുണ്ട്. കഠിനമായ കാലാവസ്ഥയിൽ അതിജീവിക്കാൻ അത് വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത്രയധികം കഴിവുകൾ ഉണ്ടായിരുന്ന, നമ്മളോട് ഇത്രയധികം സാമ്യം ഉണ്ടായിരുന്ന ഹോമോ സാപ്പിയൻസിനോട് അടുത്ത് നിൽക്കുന്ന ഹോമോ നിയാണ്ടർതാൽസിസ് എന്ന് പറയുന്ന ഇവർ എങ്ങനെയാണ് നമ്മുടെ DNA ഭാഗമായത്? അവർ പരിണാമ ചരിത്രത്തിൽ വേർപെട്ടുപോയൊരു വർഗമല്ലേ? വേർപെട്ടുപോയ വർഗം എന്ന് പറയുമ്പോൾ അവർ സെപ്പറേറ്റ് ആയിട്ട് ഇവോൾവ് ചെയ്തു. അപ്പോൾ അവരുടെ DNA അല്ലെങ്കിൽ അവരുടെ ജീനിൻ്റെ ഭാഗങ്ങൾ നമ്മളിൽ അങ്ങനെ വരാനുള്ള വഴിയില്ല. കോമൺ ജീൻ കാണും, പക്ഷേ അത് വേറൊരു സ്പീഷീസ് ആയതിനു ശേഷം പിന്നെ എങ്ങനെ വന്നു? ശാസ്ത്രീയമായ നാമം പോലും ഹോമോ നിയാണ്ടർതാൽസിസ് എന്നാണ്. സോ ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഇന്നത്തെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി.
ആർട്ടിക്കിലെ പിസ്ലി കരടികളെ കണ്ടിട്ടുണ്ടോ? ധ്രുവക്കരടികളും ഗ്രിസ്ലി കരടികളും തമ്മിൽ ഇണചേർന്നുണ്ടാകുന്ന ഒരു സങ്കരയിനം ജീവിയാണിത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം മഞ്ഞുരുകുമ്പോൾ ധ്രുവക്കരടികൾ ഭക്ഷണത്തിനായി ആർട്ടിക്കിൽ നിന്ന് തെക്കോട്ട് സഞ്ചരിക്കുന്നു. അതേസമയം ഗ്രിസ്ലി കരടികൾ വടക്കോട്ടും സഞ്ചരിക്കും. അങ്ങനെ ഇവരുടെ വാസസ്ഥലം പരസ്പരം വ്യാപിപ്പിക്കുമ്പോൾ ഈ രണ്ട് ജീവികളും പരസ്പരം കണ്ടുമുട്ടും. അവയിലുള്ളവർ പരസ്പരം ഇണചേരും. ഇത് സാധ്യമാകാൻ കാരണം അവർ പരിണാമപരമായിട്ട് വേർതിരിഞ്ഞിട്ട് ഏകദേശം 5 മുതൽ 6 ലക്ഷം വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അതിനാൽ ജനറ്റിക് ഐസൊലേഷൻ സംഭവിച്ചിട്ടില്ല. അവരുടെ ഇടയിൽ ജനിതകപരമായിട്ട് വലിയ അകലമില്ല. സോ അതുകൊണ്ട് തന്നെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന നല്ല ക്വാളിറ്റീസുള്ള പ്രത്യുൽപാദനം നടത്താൻ കഴിയുന്ന കുട്ടികൾ ഈ രണ്ട് സ്പീഷീസുകൾ ചേർന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതേ കഥയാണ് നമ്മുടെയും നിയാണ്ടർതാലുകളുടെയും കാര്യം. അവർ പരിണാമത്തിൻ്റെ 2 ശാഖകളിലായിരുന്നുവെങ്കിലും ജനിതകപരമായി വളരെ അടുത്ത ബന്ധുക്കളാണല്ലോ. ഏകദേശം 50,000 മുതൽ 60,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരായിട്ടുള്ള ഹോമോ സാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ഒക്കെ തന്നെ വളരെയധികം വ്യാപിച്ചപ്പോൾ അവർ അവിടെ നിയാണ്ടർതാലുകളെ കണ്ടുമുട്ടിയിട്ടുണ്ടാകും. അവർ ഒരുമിച്ച് ജീവിച്ചു, ഇണചേർന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്കിടയിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് പ്രത്യുൽപാദന ശേഷിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തലമുറകളായി കൈമാറി. അങ്ങനെ പിൽക്കാലത്ത് ഹോമോ സാപ്പിയൻസ് ഒരുപാട് ഉണ്ടായി. നിയാണ്ടർതാലിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഹോമോ സാപ്പിയൻസുമായിട്ടൊക്കെ മാത്രം ഇണചേർന്ന് ഹോമോ സാപ്പിയൻസിൻ്റെ ജീനുകൾ അപ്രമാദിത്യം എത്തുകയും നിയാണ്ടർതാൽ ജീനുകൾ കുറഞ്ഞു വരികയും ചെയ്തു. പക്ഷേ എങ്കിലും ഇന്നും നിയാണ്ടർതാലുകളുടെ ജീനുകൾ നമ്മളിലുണ്ട്. അതൊരു മായാത്ത ഓർമ്മപ്പെടുത്തലായിട്ടാണ് നിലനിൽക്കുന്നത്. ഇത് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. ഹോമോ സാപ്പിയൻസ് അതിജീവിച്ചു. ഹോമോ സാപ്പിയൻസും നിയാണ്ടർതാലും ചേർന്നുണ്ടായ കുട്ടികൾ പിന്നീട് ഹോമോ സാപ്പിയൻസുമായിട്ട് ചേർന്ന് തന്നെ കുട്ടികളെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ പ്യുവർ ആയിട്ടുള്ള നിയാണ്ടർതാൽസിന് എന്ത് സംഭവിച്ചു? അവരെങ്ങനെയാണ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്? 3.5 ലക്ഷത്തിലധികം വർഷം അതിജീവിച്ച ഒരു വർഗം പെട്ടെന്ന് ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമോ? കൃത്യമായൊരു ഉത്തരം ഇന്നും രഹസ്യമാണ്. പക്ഷേ ശക്തമായ ചില സാധ്യതകൾ കാണുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ നമ്മൾ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്. ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക മനുഷ്യർ യൂറോപ്പിലേക്ക് എത്തിയപ്പോൾ റിസോഴ്സുകൾക്ക് വേണ്ടി 2 സ്പീഷീസുകളും തമ്മിലൊരു കോമ്പറ്റീഷൻ തുടങ്ങി. ഭക്ഷണം, താമസിക്കാൻ സുരക്ഷിതമായ ഗുഹകൾ, വേട്ടയാടാനുള്ള സ്ഥലങ്ങൾ, ഇതിനെല്ലാം വേണ്ടി 2 വർഗ്ഗങ്ങളും പരസ്പരം മത്സരിച്ചു. കൂടുതൽ മികച്ച സാമൂഹിക ശൃംഖലകളും ഉണ്ടായിരുന്ന നമ്മളോട് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഈ മത്സരത്തിൽ നമുക്കൊരു രഹസ്യ പങ്കാളി ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്ന കൗതുകകരവും വിവാദപരവുമായൊരു സിദ്ധാന്തമുണ്ട്. ആന്ത്രപ്പോളജിസ്റ്റായിട്ടുള്ള പ്രൊഫസർ പാറ്റ് ഷിപ്മാൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ രഹസ്യ ആയുധം ചെന്നായയായിരുന്നു. അക്കാലത്ത് മനുഷ്യരും നിയാണ്ടർതാലുകളും ചെന്നായ്ക്കളും ഒരേ ഇരകളെയായിരുന്നു വേട്ടയാടിയിരുന്നത്. ഇവിടെയാണ് ഹോമോ സാപ്പിയൻസ് ആയിട്ടുള്ള മനുഷ്യരായ നമ്മളും ചെന്നായയും തമ്മിലുള്ള അൺബിലീവബിൾ ആയിട്ടുള്ളൊരു സഖ്യം രൂപപ്പെടുന്നത്. ചെന്നായ്ക്കൾ തങ്ങളുടെ വേഗതയും കൂട്ടായ പ്രവർത്തനവും ഉപയോഗിച്ച് മാനുകളെയും കാട്ടുപോത്തുകളെയും പേടിപ്പിച്ചോടിക്കും. ഓടി അവ തളരും. തളർന്ന മൃഗങ്ങളെ മനുഷ്യൻ കുന്തം ഉപയോഗിച്ച് എളുപ്പത്തിൽ കൊല്ലും. വേട്ടയുടെ ഏറ്റവും അപകടം പിടിച്ച ഘട്ടം ചെന്നായ്ക്കൾ നമുക്ക് വേണ്ടി ഒഴിവാക്കി തരും. എന്നിട്ട് നമ്മൾ മൃഗങ്ങളെ പിന്തുടർന്ന് ഊർജം കളയാതെ സ്വന്തം ജോലി നോക്കിയിട്ട് വേട്ടയാടാൻ വേണ്ടി മാത്രം എനർജി ചെലവാക്കുന്നു. അങ്ങനെ അവസാനം ഭക്ഷണം കിട്ടുമ്പോൾ ചെന്നായ്ക്ക് കൂടി കൊടുത്തുകൊണ്ട് മനുഷ്യൻ ഭക്ഷണം പങ്കുവയ്ക്കുന്നു. ഇവിടെ ഞാൻ മനുഷ്യൻ എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസാണ്. സോ ഇതൊരു വിൻ വിൻ സാഹചര്യമാണ്. ഈ സഖ്യം മനുഷ്യരെ കൂടുതൽ യൂറോപ്പിൽ എക്സ്പാൻഡ് ചെയ്യാനും ശക്തരായ വേട്ടക്കാരുമാക്കി മാറ്റി. എന്നാൽ ഈ ചെന്നായിയുമായിട്ട് കൂട്ടുകെട്ടില്ലാത്തൊരു സ്പീഷീസാണ് നിയാണ്ടർതാലുകൾ. സോ അവർക്ക് മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ ക്രമേണ അപ്രത്യക്ഷരായി മാറി. പിന്നാലെ മാമോത്തുകളെ പോലെയുള്ള വലിയ ജീവികളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതായിട്ട് കാണാം. അതിനെപ്പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു സിദ്ധാന്തം വളരെയധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ്. കാരണം ഇന്ന് കാണുന്ന രീതിയിൽ നായയെ നമ്മൾ ഇണക്കി വളർത്താൻ തുടങ്ങിയ കാലഘട്ടം ഏകദേശം 10,000 വർഷം മാത്രം പുറകിലാണ് എന്ന് പറയുന്നുണ്ട്. എന്നാലും സൈബീരിയയിലും ബെൽജിയത്തിലും കണ്ടെത്തിയ 33,000 വർഷം പഴക്കമുള്ള നായയുടെ ഫോസിലുകൾ നമ്മൾ ഈ പറഞ്ഞ ചെന്നായയുടെ വാദത്തിന് ശക്തി പകരുന്നുണ്ട്. കാരണം മനുഷ്യരാദ്യം ചെന്നായ്ക്കളെയാണ് അനുനയിപ്പിച്ചൊക്കെ കൂടെ വളർത്തിയെടുക്കുന്നത്. പിന്നെ അതിനെ പല രീതിയിൽ നമ്മൾ സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്താണ് ഇന്നത്തെ നായയെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നായകളെന്ന് പറഞ്ഞാൽ അത് ചെന്നായ്ക്കളാണ്. സോ അതിനുള്ള തെളിവുണ്ട്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. അതിശൈത്യം അവരുടെ ഭക്ഷണ സ്രോതസ്സുകളെ ഇല്ലാതാക്കി. അവരുടെ DNA പഠനങ്ങൾ മറ്റൊരു ദുരന്ത ചിത്രം കൂടി നൽകുന്നുണ്ട്. അതായത് നിയാണ്ടർതാലുകളുടെ ജനസംഖ്യ വളരെ കുറവായിരുന്നു. ചെറിയ ഒറ്റപ്പെട്ട ഗ്രൂപ്പുകളായി ജീവിച്ചപ്പോൾ അടുത്ത ബന്ധുക്കൾ തന്നെ പരസ്പരം ഇണചേരേണ്ടതായിട്ട് വന്നു. നമുക്കറിയാം നമ്മുടെ ഇടയിലായാലും ഈ പ്രശ്നമുണ്ട്. അതായത് ജനറ്റിക്കലി ക്ലോസ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ജനറ്റിക് വേരിയേഷൻസ് കുറയും. സോ അത് നേച്ചറിൻ്റെ ഒരു സെലക്റ്റിംഗ് ആണ്.
അങ്ങനെ വരുമ്പോൾ പുതിയ ജനറ്റിക് രോഗങ്ങളൊക്കെ ഉണ്ടാവുകയും മരണപ്പെടുകയും പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുകയും അതിനോടൊപ്പം തന്നെ കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി ഇല്ലാതാകുകയും ഒക്കെ ചെയ്തിരിക്കാം. ഒരുപക്ഷെ ഇതിലേതെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ എല്ലാ കാരണങ്ങളും ഒരുമിച്ച് വന്ന ഒരു ദുരന്തമൊക്കെ ആയിരിക്കാം നിയാണ്ടർതാലുകളുടെ അന്ത്യം കുറിച്ചത്. സോ ഇവയുടെ കഥ അറിയുന്നത് നമ്മൾ ഈ അവശേഷിപ്പിച്ചിട്ട് പോയ തുണ്ടുകളിൽ നിന്നാണ്. 1830കളിൽ ബെൽജിയത്തിലും 1848കളിൽ ജിബ്രാൾട്ടറിലും അവരുടെ ആദ്യത്തെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയെങ്കിലും ലോകം അത് മറ്റൊരു സ്പീഷീസ് ആണെന്ന് തിരിച്ചറിഞ്ഞില്ല. ജിബ്രാൾട്ടറിലെ ഫോർബ്സ് ക്വാറിയിൽ നിന്ന് ലഭിച്ച ഒരു സ്ത്രീയുടെ തലയോട്ടിയായിരുന്നു ലോകത്തിൽ ആദ്യമായി കണ്ടെത്തിയ പ്രായപൂർത്തിയായ ഒരു നിയാണ്ടർതാലിൻ്റെ തലയോട്ടി. എന്നാൽ കഥയിലെ വഴിത്തിരിവ് വന്നത് 1856 ജർമ്മനിയിലെ നിയാണ്ടർ താഴ്വരയിൽ നിന്നാണ്. ഒരു ക്വാറിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു പുരുഷന്റെ ഭാഗികമായ അസ്ഥികൂടം. അതൊരു വ്യത്യസ്തമായ മനുഷ്യരൂപമാണെന്ന് ലോകം ആദ്യമായി തിരിച്ചറിഞ്ഞു. ആ ഫോസിലിന്റെ പ്രത്യേകത അതാണ്. 8 വർഷങ്ങൾക്ക് ശേഷം 1864 അതിന് ഹോമോ നിയാണ്ടർതാൽസിസ് എന്ന് ഔദ്യോഗികമായ പേര് കിട്ടി. ചരിത്രത്തിൽ ആദ്യമായി തിരിച്ചറിയപ്പെട്ട പുരാതന മനുഷ്യവർഗമാണിത്. നിയാണ്ടർതാൽ 1 എന്നറിയപ്പെടുന്ന ആ ഫോസിലിന്റെ കണ്ടെത്തലിന് ശേഷമാണ് ശാസ്ത്രജ്ഞർ വർഷങ്ങൾക്ക് മുമ്പ് ജിബ്രാൾട്ടറിൽ നിന്ന് കിട്ടിയ ആ തലയോട്ടി വീണ്ടും പരിശോധിച്ചതും അതും നിയാണ്ടർതാലിൻ്റെതായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. ഈ കണ്ടെത്തലുകളിൽ നിന്നാണ് നാം നമ്മുടെ സ്വന്തം DNA രഹസ്യങ്ങളിലേക്ക് തിരികെ പോകുന്നത്. വർഷങ്ങളോളം നിയാണ്ടർതാൽ ജീനുകൾ ആഫ്രിക്കൻ വംശജരിൽ കാണുന്നില്ലെന്നായിരുന്നു വിശ്വാസം. കാരണം ആഫ്രിക്കയിൽ ഹോമോസാപ്പിയൻസ് ഉണ്ടായിട്ട് അവർ യൂറോപ്പിൽ പോയിട്ടാണല്ലോ നിയാണ്ടർതാൽസുമായിട്ടൊക്കെ തന്നെ ബ്രീഡിങ് നടക്കുന്നത്. എന്നാൽ പുതിയ പഠനങ്ങൾ ആ ധാരണയും തിരുത്തുന്നുണ്ട്. ആഫ്രിക്കയിലെ ജനവിഭാഗങ്ങൾക്കിടയിലും നിയാണ്ടർതാൽ മനുഷ്യരുടെ ജീനുകളുടെ സാന്നിധ്യമുണ്ട്. യൂറോപ്പിൽ വെച്ച് നിയാണ്ടർതാലുകളുമായി ഇണചേർന്ന നമ്മുടെ പൂർവികരുടെ പിൻതലമുറക്കാർ തിരികെ ആഫ്രിക്കയിലേക്ക് കുടിയേറിയപ്പോൾ ആ പൈതൃകം കൂടെ കൊണ്ടുപോയിട്ടുണ്ടാകണം. ഈ തിരികെയുള്ള കുടിയേറ്റത്തിന്റെ കഥയാണ് ഇന്ത്യയിലെ ജനിതക രഹസ്യം വെളിപ്പെടുത്തുന്നത്. യൂറോപ്യൻ വംശജരെ പോലെ ഇന്ത്യക്കാരുടെ DNA-യിലും ഏകദേശം 1 മുതൽ 2% വരെ നിയാണ്ടർതാൽ അംശമുണ്ട്. എന്നാൽ കഥയിലെ യഥാർത്ഥ അത്ഭുതം ആ അളവിലല്ല, അതിൻ്റെ വൈവിധ്യത്തിലാണ്. ലോകമെമ്പാടുമുള്ള മറ്റു ജനവിഭാഗങ്ങളെക്കാൾ കൂടുതൽ വ്യത്യസ്ത തരം നിയാണ്ടർതാൽ ജീനുകൾ ഇന്ത്യക്കാരിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തുണ്ടായിരുന്ന മൊത്തം നിയാണ്ടർതാൽ ജീനുകളുടെ പകുതിയോളം ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളിൽ നിന്നും മാത്രം റീകൺസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായി കൊടുക്കാം. കഴിഞ്ഞ 10,000 വർഷങ്ങൾക്കിടയിൽ പലതരം ജനവിഭാഗങ്ങൾ പല വഴികളിലൂടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഈ കൂടിക്കലരലുകൾ ഇന്ത്യയെ ഒരു വലിയ ജനിതക കലവറയാക്കി മാറ്റി. അത് ആ പുരാതന പൈതൃകത്തെ മറ്റെവിടെയും ഉള്ളതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് സംരക്ഷിച്ചു. സോ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്, അതായത് ഇത് വെറും ഒരു കഥയല്ല, നമ്മൾക്ക് മുമ്പേ കടന്നുപോയ എല്ലാവരുടെയും ഒരു പുസ്തകശാലയാണ് എന്നുള്ള സത്യം. ഈ ജനിതക ബന്ധം വെറും ഒരു ചരിത്ര കൗതുകവുമല്ല, അത് നമ്മുടെ ആരോഗ്യത്തെ ഇന്നും സ്വാധീനിക്കുന്നുണ്ട്. ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ചില ഹോർമോണുകൾക്കുള്ള ജീനുകൾ നമുക്ക് ലഭിച്ചത് നിയാണ്ടർതാലിൽ നിന്നാണ്. ഇത് സ്ത്രീകളിൽ പ്രത്യുൽപാദന ശേഷി കൂട്ടാനും ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിച്ചിരുന്നിരിക്കണം. എന്നാൽ മറുവശത്ത് അലർജികൾക്കും ടൈപ്പ് 2 ഡയബറ്റീസിനുമുള്ള സാധ്യത കൂട്ടുന്ന ജീനുകളും വേദനയോടും സൂര്യപ്രകാശത്തോടും നമ്മൾ കൂടുതൽ സെൻസിറ്റീവ് ആകാനുള്ള റീസണും ഒക്കെ തന്നെ നിയാണ്ടർതാൽ ജീൻ തന്നതാണ്. നിക്കോട്ടിൻ ആസക്തിക്ക് കാരണമായേക്കാവുന്ന ജീനുകൾ സത്യത്തിൽ ഈ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അതായത് നമ്മളിൽ ചിലർക്കെങ്കിലും പുകയിലയോടോ അല്ലെങ്കിൽ സിഗരറ്റിനോടോ കൂടുതൽ ആസക്തി തോന്നാനുള്ള ഒരു റീസൺ നിയാണ്ടർതാലിൽ നിന്ന് കിട്ടിയ ജീനുകൾ കൂടിയാണ് എന്നർത്ഥം. നിയാണ്ടർതാലിൻ്റെ കഥ പഠിക്കുന്നത് നമ്മുടെ രോഗങ്ങളുടെ ചരിത്രം പഠിക്കുന്നത് പോലെ തന്നെയല്ലേ? മനുഷ്യ പരിണാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദുരൂഹവുമായ ഒരു കണ്ണാടിയാണ് നിയാണ്ടർതാലുകൾ. പഠനങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. ഓരോ പുതിയ കണ്ടെത്തലും ചില ധാരണകളെ തിരുത്തുന്നു, ചില രഹസ്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നു. നമ്മുടെ ലോകം കരുത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും ഒരു ഇതിഹാസമാണ്. ആ ഇതിഹാസത്തിലെ അവസാനിക്കാത്ത വരികളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ അന്വേഷണം തുടരും, നമ്മുടെ ചരിത്രത്തിലെ ആഴങ്ങളിലേക്ക്, നമ്മുടെ പരിണാമത്തിൻ്റെ വഴികളിലേക്ക്. കാരണം അവരെ മനസ്സിലാക്കുക എന്നാൽ നമ്മൾ നമ്മളെ തന്നെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ്. നമ്മൾ വെറും ഒരു കഥയല്ല, നമ്മൾ നമുക്ക് മുമ്പേ കടന്നുപോയ എല്ലാവരുടെയും ഒരു പുസ്തകശാലയാണ് എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. സോ വീഡിയോ തീരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ സംസാരിക്കാം എന്നതിനെക്കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടും ഞാൻ പഠിച്ച കാര്യങ്ങളും സയൻറ്റിഫിക് എവിഡൻസ് ബേസ് ചെയ്തും സൈക്കോളജി ബേസ് ചെയ്തുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ആഴത്തിലുള്ള കാര്യങ്ങൾ അറിയാനും ഡിസ്കസ് ചെയ്യാനും മനസ്സിലാക്കാനും ട്രെയിൻ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ എക്സർസൈസുകൾ ഉൾപ്പെടുത്തിയ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് സ്പീക്കിംഗ് വിത്ത് കോൺഫിഡൻസ് എന്ന് പറയുന്ന എൻ്റെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക.